ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ തെരഞ്ഞെടുപ്പ് റിവ്യൂ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഒരല്പം താമസിച്ചു പോയി, ദയവായി ക്ഷമിക്കുക. നമ്മുടെ ഗോവിന്ദൻ മാഷെ കടമെടുത്താൽ ശ്രദ്ധിച്ചോട്ടോ, ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ ആശയം കേൾക്കുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഗോവിന്ദൻ മാഷെ കടമെടുത്താൽ കെ ശൈലജ ടീച്ചർ CPM-ൽ ഒരു അനീതിക്കിരയായി എന്ന ആശയം എങ്ങനെയാണ് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ തലച്ചോറിലേക്ക് പ്രവേശിച്ച് CPM-നെതിരെ ഒരു ഭൗതിക ശക്തിയായി പ്രതിപ്രവർത്തിച്ചത്? അതറിയാൻ ശൈലജ ടീച്ചർ എന്ത് അനീതിയാണ് നേരിട്ടത് എന്ന് ആദ്യം മനസ്സിലാക്കണം. CPM-ന്റെ ഭരണഘടന പ്രകാരം ഏറ്റവും പരമാധികാര ഘടകമാണ് അതിന്റെ കേന്ദ്ര കമ്മിറ്റി. CPM-ന്റെ ഭരണഘടനയുടെ 15(2) വകുപ്പ് പ്രകാരം 2 പാർട്ടി കോൺഗ്രസുകൾക്കിടയിലുള്ള കാലയളവിൽ കേന്ദ്ര കമ്മിറ്റിക്കായിരിക്കും പാർട്ടിയിൽ പരമാധികാരം. ആ പരമാധികാര കമ്മിറ്റിയിൽ അംഗമാണ് ശൈലജ ടീച്ചർ. ആ പരമാധികാര കമ്മിറ്റിയിൽ അംഗങ്ങളായ 3 പേരാണ് ടേം വ്യവസ്ഥയിൽ ഇളവ് നേടി 3-ാം തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയത്. പിണറായി വിജയനും കെ ശൈലജ ടീച്ചറും TP രാമകൃഷ്ണനും. പിണറായി ധർമ്മടത്തും TP രാമകൃഷ്ണൻ പേരാമ്പ്രയിലും തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളിൽ മത്സരിച്ചു. കെ ശൈലജ ടീച്ചർക്ക് തന്റെ സിറ്റിംഗ് സീറ്റായ മട്ടന്നൂരിൽ മത്സരിക്കാൻ പാർട്ടി അനുമതി നൽകിയില്ല. പിണറായിക്കും TP രാമകൃഷ്ണനും ബാധകമായ മാനദണ്ഡം ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ കീഴ്മേൽ മറിഞ്ഞു. ടേം വ്യവസ്ഥയിൽ ഇളവ് നേടി മത്സരിച്ച പിണറായി വിജയനും TP രാമകൃഷ്ണനും മത്സരിക്കാൻ സ്വന്തം സിറ്റിംഗ് സീറ്റുകൾ ലഭിച്ചപ്പോൾ കെ ശൈലജ ടീച്ചർക്ക് സിറ്റിംഗ് സീറ്റ് ലഭിക്കാതിരുന്നത് അവരോട് ചെയ്ത അനീതിയാണ് എന്ന ആശയത്തിനാണ് ലക്ഷക്കണക്കിന് പാർട്ടി അംഗങ്ങളുടെയും അനുഭാവികളുടെയും മസ്തിഷ്കത്തിൽ മേൽക്കൈ ലഭിച്ചത്. ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ ആശയം കേൾക്കുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ? 2 തവണ തുടർച്ചയായി മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന ടേം വ്യവസ്ഥയിൽ പിണറായി വിജയന് മാത്രം ഇളവ് നൽകിയെന്ന പ്രഖ്യാപനം നടത്തിയത് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയാണ് 2026 ഫെബ്രുവരി 27 പത്രസമ്മേളനത്തിൽ. പക്ഷെ മറ്റ് 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ കാര്യം സഖാവ് MA ബേബി മിണ്ടിയതേയില്ല. അതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? പിണറായിയുടെ കാര്യത്തിൽ ഇളവ് PB പ്രഖ്യാപിച്ചു. മറ്റുള്ളവരുടെ കാര്യം തീരുമാനിക്കാൻ പിണറായിയെ മിനിറ്റ്സിൽ എഴുതാതെ ചുമതലപ്പെടുത്തി. നമുക്കറിയാം, മുസ്ലിം ലീഗിൽ ഇങ്ങനെയാണ്. അവർ ഉന്നതാധികാര സമിതി യോഗം ചേരും, തീരുമാനമെടുക്കാൻ പാണക്കാട്ട് തങ്ങളെ ചുമതലപ്പെടുത്തും. അതുപോലെയാണോ CPM-ൽ? 2006 VS അച്യുതാനന്ദന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനമെടുക്കുമ്പോൾ ഇതായിരുന്നില്ല CPM-ലെ പ്രൊസീജിയർ. 2008 പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച പാർട്ടിയുടെ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് ഇപ്പോഴും CPIM-ന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പേജ് 78 ഇങ്ങനെ പറയുന്നു: After the Central Committee meeting in March 2006, the PB met and decided that both VS Achuthanandan and Pinarayi Vijayan need not contest in the assembly elections. 2006 മാർച്ചിലെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം PB ചേർന്ന് VS-ഉം പിണറായിയും മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. Before the PB meeting, a meeting of the Central Committee members from Kerala was called and their views were heard by the PB. PB യോഗത്തിന് മുമ്പ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായം PB കേട്ടു. Both VS Achuthanandan and Pinarayi Vijayan said in the PB that they do not want to contest. The PB also decided that the state committee should decide the leader of the team. അന്ന് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമാണ് VS-ന്റെയും പിണറായിയുടെയും കാര്യത്തിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ തീരുമാനമെടുത്തത്. താൻ ഉൾപ്പെട്ട പാർട്ടി ഘടകത്തിൽ അഭിപ്രായം പറയാൻ അന്ന് VS-ന് അവസരം ലഭിച്ചിരുന്നു. എന്നാൽ ഈ അവസരം കെ ശൈലജയ്ക്ക് ലഭിച്ചില്ല. അത് ചോദിച്ചു വാങ്ങാനുള്ള കെൽപ്പ് അവർക്കുണ്ടായതുമില്ല. യഥാർത്ഥത്തിൽ മട്ടന്നൂർ കെ ശൈലജയ്ക്ക് മത്സരിക്കാൻ നൽകേണ്ടതില്ല എന്ന നിലപാട് നേരത്തെ തന്നെ ചിലർ എടുത്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് പിണറായി വിജയന് ഇളവ് നൽകിയ PB-യിൽ TP രാമകൃഷ്ണൻ, കെ ശൈലജ ടീച്ചർ എന്നീ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ കാര്യം കൂടി തീരുമാനിക്കാതിരുന്നത്. അവരുടെ കാര്യം കൂടി അവിടെ തീരുമാനിക്കേണ്ടി വന്നാൽ അവർക്കും കൂടി സിറ്റിംഗ് സീറ്റ് നൽകേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ആരും മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം എടുക്കേണ്ടി വന്നേക്കാം. കെ ശൈലജ സിറ്റിംഗ് സീറ്റിൽ നിന്ന് വേറൊരു സീറ്റിലേക്ക് മാറ്റണമോ എന്ന കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായം കേൾക്കാനും PB തയ്യാറായില്ല. പിണറായിക്കും TP രാമകൃഷ്ണനും സിറ്റിംഗ് സീറ്റ് നൽകുകയും ശൈലജയ്ക്ക് സിറ്റിംഗ് സീറ്റ് നിഷേധിക്കുകയും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പന്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കോർട്ടിലേക്ക് തട്ടണം. അതുകൊണ്ടാണ് പിണറായിയുടെ ഇളവ് മാത്രം PB തീരുമാനിക്കുകയും മറ്റുള്ളവരുടെ കാര്യം തീരുമാനിക്കാൻ സംസ്ഥാന കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. അവിടെ ആരുടെ തീരുമാനമായിരിക്കും നടപ്പാവുക എന്ന് ഊഹിക്കാമല്ലോ. കെ ശൈലജ ഒരു അനീതിയുടെ ഇരയാണെന്ന ആശയം CPM അംഗങ്ങളുടെയും അനുഭാവികളുടെയും മസ്തിഷ്കത്തിൽ CPM-നെതിരെയുള്ള ഒരു ഭൗതിക ശക്തിയായി പ്രവർത്തിക്കാൻ വേറെയും കാരണങ്ങളുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് CPM കടന്ന ഉടനെ തന്നെ കെ ശൈലജയ്ക്ക് മട്ടന്നൂർ സീറ്റ് ഒരു കാരണവശാലും കൊടുക്കില്ലെന്ന വാർത്ത 2026 മാർച്ച് 17 മാതൃഭൂമിയിലും തൊട്ടു പിന്നാലെ ഇന്ത്യൻ എക്സ്പ്രസിലും പ്രത്യക്ഷപ്പെട്ടു.
കെ ശൈലജയ്ക്ക് 8ന്റെ പണി കൊടുത്താൽ മാത്രം പോരാ, അങ്ങനെ പണി കൊടുത്തുവെന്ന് ശൈലജ ടീച്ചർ ഉൾപ്പെടെ 4 പേർ അറിയുകയും വേണം. ഇനി ആ പണി എങ്ങനെയാണ് ശൈലജ ടീച്ചർക്ക് കൊടുത്തതെന്ന വിവരവും പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. 2026 മാർച്ച് 3 മനോരമ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെ: അത് പിണറായിയുടെ തീരുമാനം. സണ്ണി വക്കീലിനെ തളയ്ക്കാൻ ശൈലജ ടീച്ചറിന് കഴിയുമോ? പക്ഷേ പേരാവൂർ പറയുന്നത്. അരുൺ വർഗീസ് എന്ന ലേഖകന്റെ ബൈലൈനിലാണ് വാർത്ത. ആ വാർത്ത ഇങ്ങനെ വായിക്കാം: മത്സരിക്കണമെങ്കിൽ പേരാവൂർ. പാർട്ടി നേതൃയോഗത്തിന് ശേഷം പിണറായി വിജയന്റെ നിർദ്ദേശം അതായിരുന്നു. ഒടുവിൽ പാർട്ടി നിർദ്ദേശം ശൈലജ സ്വീകരിച്ചു. അതിനും കാരണമുണ്ട്. മട്ടന്നൂർ ഇല്ലെങ്കിൽ മത്സരിക്കുന്നില്ല. അതായിരുന്നു പാർട്ടി യോഗത്തിൽ ശൈലജയുടെ നിലപാട്. മട്ടന്നൂർ നൽകാനാവില്ലെന്ന് പാർട്ടിയും നിലപാടെടുത്തു. ടേം വ്യവസ്ഥയും കാരണമായി പറഞ്ഞു. ഈ വാർത്ത വായിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുന്നത് എന്താണ്? ടേം വ്യവസ്ഥയുടെ പേര് പറഞ്ഞ് മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റാൻ ശൈലജയുടെ കാര്യത്തിൽ മാത്രമാണ് ശ്രമമുണ്ടായത്. ടി.പി. രാമകൃഷ്ണൻ എന്ന കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ കാര്യത്തിൽ ചർച്ച പോലുമില്ലാതെ അദ്ദേഹത്തിന് സിറ്റിംഗ് സീറ്റ് കൊടുത്തു എന്നല്ലേ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? മാത്രമല്ല, കെ ശൈലജയ്ക്ക് മത്സരിക്കണമെങ്കിൽ പേരാവൂർ എന്ന ഡയലോഗ് പറഞ്ഞ് ആ കൃത്യം നിർവഹിച്ചത്, അതായത് കെ ശൈലജയ്ക്കെതിരെയുള്ള അനീതി നടപ്പാക്കിയത് പിണറായി വിജയനാണെന്നും മനോരമ റിപ്പോർട്ട് ചെയ്തു. ആരും നിഷേധിച്ചില്ല. വിനീത വിധേയായി നിന്ന ട്രാൻസ്ഫർ ഓർഡർ കെ ശൈലജ കൈപ്പറ്റുകയായിരുന്നു എന്നും മനോരമ തന്നെ മാലോകരോട് പറഞ്ഞു. അതും ആരും നിഷേധിച്ചിട്ടില്ല ഇതുവരെ. എന്നെ മാത്രം എന്തിനു മാറ്റി നിർത്തുന്നു എന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കെ ശൈലജ വൈകാരികമായി ചോദിച്ചു എന്ന റിപ്പോർട്ട് പ്രത്യക്ഷപ്പെട്ടത് മാതൃഭൂമിയിലാണ്. ആ വാർത്തയും ഇതുവരെ ആരും നിഷേധിച്ചിട്ടില്ല. ഈ 2 റിപ്പോർട്ടുകളും വായിക്കുന്ന സാധാരണ മനുഷ്യരുടെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിക്കുന്നത് കെ ശൈലജ CPM-നുള്ളിൽ ഒരു അനീതിക്കിരയായി എന്ന ആശയമാണ്. ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ ആശയം കേൾക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ശൈലജ ടീച്ചറിനെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റാൻ PB തീരുമാനിക്കാതെ എങ്ങനെയാണ് പിണറായി വിജയൻ ഈ ചോദ്യം ചോദിക്കാൻ കഴിയുക? അങ്ങനെ PB തീരുമാനിക്കാതെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ വ്യക്തിപരമായ തീരുമാനമാണ്, വ്യക്തിപരമായ നിലപാടാണ്. അതിനെ ചോദ്യം ചെയ്യാനുള്ള കെൽപ്പോ സംഘടനാ ബോധമോ ശൈലജ ടീച്ചർക്ക് ഇല്ലാതെ പോയി. താൻ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്നും തന്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലല്ല എന്നുമുള്ള സംഘടനാബോധം കെ ശൈലജ ടീച്ചർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഇക്കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വൈകാരികമായി പ്രതികരിക്കേണ്ടി വന്നത്. പക്ഷെ എന്തായാലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കെ ശൈലജ ടീച്ചർ എന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം അപമാനിതയായി എന്ന ആശയമാണ് പാർട്ടി അംഗങ്ങളുടെയും അനുഭാവികളുടെയും സാധാരണ മനുഷ്യരുടെയും മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചത്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന അവരുടെ അന്തസ്സിനെയും അഭിമാനത്തെയും കുത്തിക്കെടുത്തി പാർട്ടിയിലെ ഒരു പരമാധികാരിയുടെ ഔദാര്യത്തിൽ മാത്രം മത്സരിക്കാൻ സീറ്റ് കിട്ടിയ സ്ഥാനമോഹിയായി നിറം കെടുത്തിയാണ് ശൈലജ ടീച്ചറെ പേരാവൂരിലേക്ക് മത്സരിക്കാൻ പാർട്ടി നിയോഗിച്ചത്. ശൈലജ ടീച്ചറോട് ചെയ്തത് ശരിയായിരുന്നോ എന്ന സംഘടനാപരമായ പ്രശ്നം CPM-ന് വരും ദിനങ്ങളിൽ പരിശോധിക്കേണ്ടി വരും. കാരണം ഇത് കെ ശൈലജ ടീച്ചർ എന്ന വ്യക്തിയുടെ പ്രശ്നമല്ല, മറിച്ച് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെയും ആ കമ്മിറ്റിയുടെ തന്നെയും അവകാശാധികാരങ്ങളുടെയും അന്തസ്സിന്റെയും പ്രശ്നമാണ്. 1ാം പിണറായി സർക്കാരിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തന്നെ 2ാം സർക്കാരിൽ ഉൾപ്പെടുത്തേണ്ടെന്ന തീരുമാനം പാർട്ടിയുടെ ഏത് ഘടകമാണ് കൈക്കൊണ്ടത് എന്ന് വാതുറന്ന് ചോദിക്കാനുള്ള തന്റെ ഇടം അന്നും കെ ശൈലജ ടീച്ചർ കാണിച്ചില്ല. BS-ന്റെ കാര്യത്തിൽ തീരുമാനിച്ചതുപോലെ കേരളത്തിൽ നിന്നുള്ള CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായം കേട്ടതിനു ശേഷം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയാണോ ശൈലജ ടീച്ചറെ 2ാം പിണറായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ടെന്ന തീരുമാനമെടുത്തത്? ഏത് പാർട്ടി ഘടകമാണ് കെ ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ ആ തീരുമാനമെടുത്തത്? അതാദ്യം ചോദിക്കേണ്ടിയിരുന്നത് കെ ശൈലജ ടീച്ചർ തന്നെയാണ്. അതിനു പകരം കമ്മിറ്റികളിൽ വൈകാരികമായി പ്രതികരിച്ചല്ല ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. ആ സംഘടനാ ബോധം കെ ശൈലജ ടീച്ചർ കാണിക്കാത്തത് കൊണ്ടാണ് തുടർച്ചയായ അനീതികൾക്ക് അവർ ഇരയാകേണ്ടി വരുന്നത്. പരസ്യമായ അവഹേളനത്തിന്റെ ദുരനുഭവം വേറെയും പറയാനില്ലേ കെ ശൈലജ ടീച്ചർക്ക്? 2023 നവംബർ 21 മട്ടന്നൂർ മണ്ഡലത്തിൽ നവകേരള സദസ്സിന്റെ ഉദ്ഘാടന വേദി. ആ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷയായിരുന്ന കെ ശൈലജ ടീച്ചറുടെ പ്രസംഗം 5-10 മിനിറ്റ് നീണ്ടുപോയതിൽ പരസ്യമായ അസംതൃപ്തി പിണറായി വിജയൻ പ്രകടിപ്പിച്ചിരുന്നു. അവിടെ കൊണ്ട് നിർത്തിയില്ല. തന്നോട് സ്വകാര്യമായി കുശലം പറഞ്ഞ കെ ശൈലജ ടീച്ചറുടെ ഭർത്താവ് ഭാസ്കരൻ മാഷയും പ്രസംഗത്തിൽ പിണറായി വിജയൻ അപമാനിക്കുന്ന വിധത്തിൽ സംസാരിച്ചു. പരിപാടിയുടെ സംഘാടനം എങ്ങനെയുണ്ടെന്നാണ് തികച്ചും സ്വകാര്യമായി പിണറായിയോട് ഭാസ്കരൻ മാഷ് കുശലാന്വേഷണം നടത്തിയത്. അതിനവിടെ കൂടിയ 10,000-ങ്ങളുടെ മുന്നിൽ വെച്ച് മാഷയും അപമാനിക്കും വിധം സംസാരിച്ചിട്ട് പിണറായി വിജയൻ ആ വേദി വിട്ടുള്ളൂ. ഈ പരസ്യമായ അവഹേളനത്തിനെതിരെയും ശൈലജ ടീച്ചറും ഭാസ്കരൻ മാഷും എവിടെയെങ്കിലും പ്രതിഷേധിച്ചോ എന്ന് നമുക്കറിയില്ല.
പക്ഷെ ഇതൊരു മാനസികാവസ്ഥയാണ്. പരസ്യമായി അവഹേളിക്കാനും അധിക്ഷേപിക്കാനുമായിട്ടാണെങ്കിലും ഒരു പരമാധികാരം കൈയാളുന്ന ആൾ ഇങ്ങനെയെങ്കിലും പരിഗണിച്ചല്ലോ എന്ന വിധേയഭാവത്തിന്റെ പരകോടിയിൽ ആത്മനിർവൃതി കൊള്ളുന്ന ഒരുതരം മാനസികാവസ്ഥ. അവഹേളനവും അപമാനവും അഭിമാനത്തോടെ ഇതുപോലെ വാരിപ്പുണരുന്നവർ ഇതും ഇതിലപ്പുറവും അർഹിക്കുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞു വയ്ക്കട്ടെ. ഓർത്തു നോക്കൂ, ഒരു പൊതുയോഗത്തിനിടെ താൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിച്ച ആളോടാണ് അതങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന ക്ഷിപ്ര പ്രതികരണം ഉണ്ടായത്. എന്താണ് അതിന് ന്യായീകരണമായി പറഞ്ഞത്? പൊതുയോഗത്തിലെ പ്രസംഗം അങ്ങനെ ചോദ്യം ചോദിച്ച് തടസ്സപ്പെടുത്തിയാൽ ഇതുപോലെയായിരിക്കും പ്രതികരണം. പത്രസമ്മേളനത്തിൽ ചോദ്യം ചോദിക്കുന്നതിന് പകരം പൊതുയോഗത്തിൽ ചോദ്യം ചോദിച്ചാൽ മാധ്യമപ്രവർത്തകരോടും ഇത് തന്നെയായിരിക്കും സമീപനമെന്നാണ് അതിന്റെ ന്യായീകരണമായി പറഞ്ഞത്. പക്ഷെ മട്ടന്നൂരിലെ നവകേരള സദസ്സിന്റെ സംഘാടനം എങ്ങനെയുണ്ട് എന്ന് തികച്ചും സ്വകാര്യമായാണ് ഭാസ്കരൻ മാഷ് കുശലാന്വേഷണം നടത്തിയത്. ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന്റെ അനിഷ്ടം തികച്ചും സ്വകാര്യമായി തന്നെ പ്രകടിപ്പിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. സകല മന്ത്രിമാരെയും ഒരു ബസ്സിൽ കയറ്റി 140 മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് നടത്തിയത് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കാനാണ്. പക്ഷെ മട്ടന്നൂരിൽ സംഭവിച്ചത് എന്താണ്? സ്ഥലം MLAയും കഴിഞ്ഞ ക്യാബിനറ്റിൽ തന്റെ സഹപ്രവർത്തകയും CPIM-ന്റെ പരമോന്നത ഘടകത്തിൽ തന്നോടൊപ്പം അംഗമായിരിക്കുകയും ചെയ്യുന്ന KK ശൈലജ ടീച്ചറെയും അവരുടെ ഭർത്താവിനെയും പരസ്യമായി അപമാനിക്കും വിധമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. KK ശൈലജ ടീച്ചർ രഹസ്യമായും പരസ്യമായും നേരിട്ട ഈ അവഹേളനങ്ങൾ എന്ത് സന്ദേശമാണ് കേരളത്തിലെ ലക്ഷോപലക്ഷം പാർട്ടി അംഗങ്ങൾക്ക്, അനുഭാവികൾക്ക്, സാധാരണ മനുഷ്യർക്ക് നൽകുക? അവർ തുടർച്ചയായി ഈ പാർട്ടിയിൽ അനീതിക്കിരയാവുന്നു എന്ന ആശയമല്ലേ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിക്കുന്നത്? ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ ആശയം മനസ്സിലാകുന്നുണ്ടോ? ആ ആശയം CPIM-ന് അനുകൂലമായി പ്രവർത്തിക്കുകയാണോ ചെയ്യുക? CPIM-ന്റെ മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ് PK ശ്രീമതി ടീച്ചർ. 75 വയസ്സ് പ്രായപരിധി കഴിഞ്ഞ അവർക്ക് മധുര കോൺഗ്രസിൽ വെച്ചാണ് കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാൻ ഇളവ് ലഭിച്ചത്. ആ ഇളവിന്റെ അടിസ്ഥാനത്തിൽ 2025 ഏപ്രിൽ 19 നടന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അവരെത്തി. പറ്റില്ലെന്ന് പിണറായി വിജയൻ. ഇത് സംബന്ധിച്ച് 24 ന്യൂസിൽ വന്ന റിപ്പോർട്ടിൽ PK ശ്രീമതി ടീച്ചറുടെ ഭാഗം നമുക്ക് ഇങ്ങനെ വായിക്കാം. ജനറൽ സെക്രട്ടറി MA ബേബിയോടും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോടും ചോദിച്ചപ്പോൾ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് താൻ എത്തിയതെന്നായിരുന്നു PK ശ്രീമതിയുടെ വാദം. എന്നാൽ കേരളത്തിൽ ഇളവൊന്നുമില്ല, കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമാണ് ഇളവെന്ന വാദത്തിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതോടെ യോഗത്തിൽ പങ്കെടുക്കാതെ ശ്രീമതി മടങ്ങി. നോക്കൂ, CPM-ന്റെ പരമാധികാര കമ്മിറ്റിയിൽ അംഗമാണ് PK ശ്രീമതി ടീച്ചർ. അവർക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകി കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാൻ അനുവദിച്ചത് CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. പാർട്ടി കോൺഗ്രസ് ആണ് പാർട്ടിയുടെ അന്തിമ ഘടകം, അവസാന വാക്ക്. കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് നൽകിയ ഇളവ് ഡൽഹിയിൽ മാത്രമാണ് ബാധകം, കേരളത്തിൽ അത് ബാധകമല്ല, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ അത് ബാധകമല്ലെന്ന് ആ പാർട്ടി കോൺഗ്രസോ അതിനുശേഷം കേന്ദ്ര കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോയോ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ പിണറായി വിജയൻ അങ്ങനെ തീരുമാനിച്ചു. ആ തീരുമാനം PK ശ്രീമതിക്ക് അനുസരിക്കേണ്ടി വന്നു. നോക്കുകുത്തികളുടെ റോളിൽ നിൽക്കേണ്ടി വന്നു അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിക്കും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും. ഇത്തരം തന്നിഷ്ടങ്ങൾ ഉണ്ടാക്കിയ അവമതിപ്പിന്റെ താണ്ഡവത്തിനൊടുവിലാണ് ഇന്ത്യയിൽ അവശേഷിച്ച ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ചുടലച്ചാരമായി മാറിയത്. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾക്കും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കും പകരം മറ്റു ചില ആശയങ്ങൾ CPM-ന്റെ അംഗങ്ങളുടെയും അനുഭാവികളുടെയും തലച്ചോറിൽ പോലും ഭൗതിക ശക്തിയായി പ്രവേശിച്ചു. ആ ഭൗതിക ശക്തി പ്രതിപ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടായത്. യഥാർത്ഥത്തിൽ ആരാണ് ആ തിരിച്ചടിയുടെ ഉത്തരവാദികൾ? തന്നിഷ്ടം കാണിച്ചവരാണോ? തന്നിഷ്ടത്തിന് കൈയടിക്കുകയും നിസ്സംഗമായി വഴങ്ങിക്കൊടുക്കുകയും ചെയ്തവരോ? കേരളത്തിലെ CPM-ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തെക്കുറിച്ച് EMS നൽകിയ ഒരു മുന്നറിയിപ്പ് പാർട്ടിയുടെ ചരിത്രം അറിയുന്നവരുടെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ അധികാരം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അധികാരം സംസ്ഥാന സെക്രട്ടറിയും കവരുന്ന പ്രവർത്തന ശൈലിയിലേക്ക് CPIM-ന് ചുവട് പിഴയ്ക്കുന്നുണ്ട് എന്നായിരുന്നു EMS നൽകിയ ആ മുന്നറിയിപ്പ്. ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ EMS കാണുന്ന കാഴ്ച എന്താണ്? അഖിലേന്ത്യാ സെക്രട്ടറിയുടെയും സംസ്ഥാന സെക്രട്ടറിയുടെയും PB-യുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും ഒക്കെ അധികാരം ചില ആളുകളിലേക്ക് കേന്ദ്രീകരിക്കുകയും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പാർട്ടി തീരുമാനമായി അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലെ പാർട്ടിയിൽ നിലനിൽക്കുന്നു. വിവിധ തലങ്ങളിൽ പാർട്ടിയുടെ അധികാരം കൈയാളുന്നവർ ചെന്ന് വീഴാവുന്ന ചതിക്കുഴികളെ കുറിച്ച് പാർട്ടി ഉണ്ടാക്കിയ ആളുകൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാർട്ടി ഭരണഘടനയുടെ 15(2)(e)യിൽ എല്ലാ നിലവാരത്തിലും ഉദ്യോഗസ്ഥ മേധാവിത്വ പ്രവണതകൾക്കെതിരെ നിരന്തരം സമരം ചെയ്യണമെന്ന് പാർട്ടി അംഗങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. KK ശൈലജയ്ക്ക് മന്ത്രിസ്ഥാനം നിഷേധിച്ചതിൽ, മട്ടന്നൂർ സീറ്റിൽ മത്സരിക്കാൻ അനുമതി നൽകാത്തതിൽ, P ശശിയെ സംസ്ഥാന കമ്മിറ്റിയിൽ കൊണ്ടുവന്നതിൽ, മുഹമ്മദ് റിയാസിനെയും R ബിന്ദുവിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിൽ, ഏറ്റവും ഒടുവിൽ
ടി.കെ. ശ്യാമള ടീച്ചർക്ക് തളിപ്പറമ്പ് സീറ്റ് നൽകിയതിൽ ഈ തീരുമാനങ്ങളിലൊക്കെ പാർട്ടിയുടെ ഉന്നത നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെ നഗ്നമായ ഉദ്യോഗസ്ഥ മേധാവിത്വ പ്രവണതയാണ് ആളിക്കത്തിയത്. അതിനെതിരെ സമരം ചെയ്യേണ്ടത് പാർട്ടി അംഗങ്ങളുടെ കടമയാണ്. നിർഭാഗ്യവശാൽ വഴിപാട് പോലെയെങ്കിലും പാർട്ടി ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ആ സമരം ചെയ്യാൻ കെ ശൈലജ ടീച്ചറെ പോലുള്ളവർ ഒരു കാലത്തും ചങ്കുറപ്പ് കാണിച്ചിട്ടില്ല. ശൈലജ ടീച്ചർ അടക്കമുള്ള പരിചയസമ്പന്നരെ മുഴുവൻ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി പുതുമുഖങ്ങൾ മാത്രം മന്ത്രിയായാൽ മതിയെന്ന് 2021 തീരുമാനിച്ചത് മുഹമ്മദ് റിയാസിനെയും ആർ ബിന്ദുവിനെയും മന്ത്രിസഭയിൽ എടുക്കാനായിരുന്നു എന്ന വിമർശനത്തിന് വ്യാപകമായി വേരുപിടിച്ചിട്ടുണ്ട് പാർട്ടിക്കുള്ളിലും പുറത്തും. ആ വിമർശനം നിലനിൽക്കുമ്പോഴാണ് പി.കെ. ശ്യാമള ടീച്ചർക്ക് മത്സരിക്കാൻ തളിപ്പറമ്പ് സീറ്റ് ലഭിക്കുന്നത്. അതുകൂടിയായപ്പോൾ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് അധികാരം വീതിച്ചു നൽകുന്ന ഒരു ഉപജാപക സംഘമായി CPIM-ന്റെ ഉന്നത നേതൃത്വം പാർട്ടിക്കുള്ളിലും പുറത്തും ചിത്രീകരിക്കപ്പെട്ടു. അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പരാജയം അതിന്റെ കൂടി ഭാഗമാണോ എന്ന പരിശോധനയാണ് പാർട്ടി ഘടകങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ അതിന്റെ പഴി ഏതെങ്കിലും വ്യക്തിയുടെ ചുമലിൽ മാത്രം വെച്ചുകെട്ടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഇത്തരം തീരുമാനങ്ങളുടെ പ്രത്യാഘാതം മനസ്സിലാക്കി അതിനെ എതിർക്കാനും തിരുത്താനും ശ്രമിക്കാത്തവരും ഈ പരാജയത്തിന്റെ പഴി ഏറ്റെടുത്തേ മതിയാകൂ. ഇത്തരം തീരുമാനങ്ങളെ എതിർക്കാനും വേണ്ടി വന്നാൽ വോട്ടെടുപ്പ് ആവശ്യപ്പെടാനും ഇന്ന് വിമർശനം ഉന്നയിക്കുന്ന ഒരു നേതാവും അന്ന് തയ്യാറായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് കമ്മിറ്റികളിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെടാത്തത്? വോട്ടെടുപ്പ് നടന്നാൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല. പണ്ട് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി സാക്ഷാൽ ഇ.കെ. നായനാരും സുശീല ഗോപാലനും തമ്മിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മത്സരം നടന്നിട്ടുണ്ട്. ആ സെക്രട്ടേറിയറ്റിൽ അന്ന് സുശീല ഗോപാലനാണ് ജയിച്ചത്. ഭൂരിപക്ഷം അവർക്കായിരുന്നു. പക്ഷെ ആ തീരുമാനം സംസ്ഥാന കമ്മിറ്റിക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയല്ല ഉണ്ടായത്. സംസ്ഥാന കമ്മിറ്റിയിലും വോട്ടെടുപ്പ് നടന്നു. ആ സംസ്ഥാന കമ്മിറ്റിയിൽ വിജയിച്ചാണ് ഇ.കെ. നായനാർ 1996 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാനത്ത് സംസ്ഥാന കമ്മിറ്റിക്കാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റിനല്ല പരമാധികാരമെന്നാണ് ഈ ചരിത്രാനുഭവം നൽകുന്ന സന്ദേശം. അന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പ് നടന്നു. ചടയൻ ഗോവിന്ദനും KN രവീന്ദ്രനാഥുമാണ് പരസ്പരം മത്സരിച്ചത്. ഈ മത്സരങ്ങളെല്ലാം നടന്നിട്ടും കേരളത്തിലെ പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടിന് പ്രത്യേകിച്ച് കോട്ടമൊന്നും സംഭവിച്ചില്ല. അപ്പൊ എല്ലാ തീരുമാനങ്ങളും ഐകകണ്ഠ്യേന ആയിരിക്കണം എന്ന് ശഠിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ജനാധിപത്യപരമായി തീർപ്പ് കൽപ്പിക്കപ്പെട്ടതുകൊണ്ട് പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടിന് ഒരു ദോഷവും സംഭവിക്കില്ല. പണ്ട് സോവിയറ്റ് യൂണിയൻ തകർന്ന കാലത്ത് EMS ദേശാഭിമാനിയിൽ എഴുതിയ ഒരു ലേഖനത്തിന്റെ തലക്കെട്ടിങ്ങനെയായിരുന്നു: മാർക്സിസ്റ്റ് ആചാര്യന്മാർ അപ്രമാദികളായ ഋഷിവര്യന്മാരല്ല. ഇന്ന് PB-യിലും കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒക്കെ ഇരിക്കുന്നവർക്കും EMS-ന്റെ ഈ നിരീക്ഷണം ബാധകമാണ്. അവരാരും അപ്രമാദികളല്ല. അധികാരം തുടർച്ചയായി കൈയാളുന്നവർക്ക് മനുഷ്യ ചരിത്രത്തിൽ ഇന്നോളം സംഭവിച്ച എല്ലാ അപജയങ്ങളിലേക്കും അവർക്കും ചുവട് പിഴച്ചേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ അവരെ ചെവിക്ക് പിടിച്ച് നേർവഴിക്ക് നടത്താനും നിർദ്ദയമായി വിമർശിച്ച് തിരുത്തിക്കാനും അവരടങ്ങുന്ന കമ്മിറ്റികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. കമ്മിറ്റിക്ക് മുകളിലേക്ക് വളരാൻ ഒരു വ്യക്തിയെയും അനുവദിക്കില്ലെന്ന ഉറച്ച തീരുമാനമാണ് ഈ പരാജയത്തിൽ നിന്ന് ഉരുത്തിരിയേണ്ട ആദ്യത്തെ പാഠം. ദേശീയമായി കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാനത്ത് സംസ്ഥാന കമ്മിറ്റിയും അതിന്റെ യഥാർത്ഥ അധികാരം തിരിച്ചുപിടിക്കണം. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഏതെങ്കിലും തീരുമാനം സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ എതിർപ്പ് വരുമ്പോൾ സംസ്ഥാന കമ്മിറ്റി അവിടെ വെച്ച് നിർത്തി സെക്രട്ടേറിയറ്റ് വീണ്ടും കൂടുക, ആദ്യമെടുത്ത തീരുമാനം പുനഃപരിശോധിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയിൽ ആ തീരുമാനം അടിച്ചേൽപ്പിക്കുക തുടങ്ങിയ കലാപരിപാടികൾ ഇതോടെ അവസാനിക്കണം. തീരുമാനങ്ങൾ തിരുത്താൻ തയ്യാറാകാതെ സെക്രട്ടേറിയറ്റ് കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെടാനുള്ള തന്റെ ഇടം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കാണിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ജനാധിപത്യ പ്രക്രിയയിലൂടെ തീർപ്പ് കൽപ്പിച്ചതുകൊണ്ട് പാർട്ടി സംഘടനയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കുകയില്ല. ഇക്കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തീരുമാനിച്ചത് PB-യിൽ വോട്ടെടുപ്പ് നടന്നിട്ടാണെന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വോട്ടെടുപ്പ് നടന്നതുകൊണ്ട് PB-ക്കോ പിണറായി വിജയനോ പാർട്ടിക്കോ യാതൊരു ആപത്തും സംഭവിക്കുകയില്ല. എല്ലാം ഐകകണ്ഠ്യേന തീരുമാനിക്കണമെന്ന വാശി പാർട്ടി നേതാക്കന്മാർ ഉപേക്ഷിക്കണം. അങ്ങനെ എതിർപ്പും വോട്ടെടുപ്പും ചർച്ചയും ഒക്കെ ഉണ്ടായാൽ അതത് പാർട്ടി ഘടകങ്ങളിലെ അംഗങ്ങളുടെ അന്തസ്സും വ്യക്തിത്വവും ഗുണനിലവാരവും ഒക്കെ കൂടുതൽ മെച്ചപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് സെക്രട്ടറിയുടെ തീരുമാനങ്ങൾ എല്ലാവരും ഐകകണ്ഠ്യേന വിഴുങ്ങുന്ന പതിവ് ഇതോടെ അവസാനിക്കട്ടെ. എല്ലാ ഘടകങ്ങളിലും ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയരട്ടെ. വേണ്ടി വന്നാൽ അന്തിമ തീരുമാനത്തിന് വോട്ടെടുപ്പും നടക്കട്ടെ. ഏതായാലും അടുത്ത കേന്ദ്ര കമ്മിറ്റിയിൽ കെ ശൈലജ ടീച്ചറും PK ശ്രീമതിയും ഒക്കെ വാ തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കണം. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എല്ലാ ഘടകങ്ങൾക്കും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഉണ്ടാകണം. ഓരോ തലത്തിലുമുള്ള പാർട്ടി അംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അവകാശമാണെന്ന ബോധം എല്ലാവർക്കും ഉണ്ടാകണം.
ഒരേ കമ്മിറ്റിയിലെ അംഗങ്ങൾക്കെല്ലാം ഒരേ അവകാശമല്ലേ ഉണ്ടാകേണ്ടത്? നിലവിൽ അങ്ങനെയല്ലെങ്കിൽ ആ അവകാശം പാർട്ടിക്കുള്ളിൽ പടവിട്ട് നേടുക തന്നെ ചെയ്യണം. എല്ലാ നേതാക്കളും അവരവർ അംഗമായ കമ്മിറ്റിയുടെ പരിധിക്കും നിൽക്കുന്നുണ്ടെന്ന് അതത് കമ്മിറ്റികൾ ഉറപ്പുവരുത്തട്ടെ. അതിനേക്കാൾ വളരാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്ന് കർശനമായി പറയാൻ ഓരോ ഘടകത്തിലെയും സഖാക്കളുടെ നാവ് ഉയരട്ടെ. അതാകട്ടെ ഈ തോൽവിയിൽ നിന്ന് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠവും വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരുത്തലും.